വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ദേഷ്യത്തോടെ തനിക്ക് നേരെ നടന്നു വരുന്ന ദക്ഷിനെ കണ്ടതും സേതു ഭയം കൊണ്ട് വിറച്ചു. എന്താ നിങ്ങളിപ്പോൾ ഇവരോട് പറഞ്ഞത്? സേതുവിന്റെ തൊട്ട് മുന്നിലെത്തിയതും ദക്ഷ അവരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് മോനെ, അച്ചു, ഞാൻ. അവരെന്ത് പറയണമെന്ന് അറിയാതെ കുടുങ്ങി. ദക്ഷിന്റെ വലിഞ്ഞു മുറുകിയ മുഖഭാവം കണ്ടതും കുഞ്ഞിനൊന്നും മിണ്ടാതെ കയ്യിലുള്ള മിന്നുവിനെ മുറുകെ പിടിച്ച് ദക്ഷിനോട് ചേർന്ന് നിന്നു. കുഞ്ഞാ, അപ്പുറത്തേക്ക് പൊക്കോ. ദക്ഷി സ്വയം നിയന്ത്രിച്ച് ശാന്തതയോടെ കുഞ്ഞിനോട് പറഞ്ഞതും കുഞ്ഞൻ തലയാട്ടി അവിടുന്ന് നടന്നു. ഒരു നിമിഷം ദക്ഷിന്റെ ശാന്തമായ മുഖം കണ്ട് സേതുവിന് ആശ്വാസം തോന്നി. കുഞ്ഞൻ പോയ വഴിയൊന്ന് നോക്കി അവർ ദക്ഷിണ നേരെ മുഖം തിരിച്ചതും പെട്ടെന്നാണ് അവരുടെ കവളിൽ ശക്തിയായി എന്തോ പതിഞ്ഞത്. കവള് പറഞ്ഞു പോണ പോലെ വേദന തോന്നിയതും അവർ കവള് പൊത്തിപ്പിടിച്ച് നേട്ടിലോടെ ദക്ഷിണ നോക്കി. നോക്കണ്ട, ഞാൻ തന്നെ അടിച്ചത്. നിങ്ങളായിട്ട് ചോദിച്ചു വാങ്ങിയതായി അടി. എൻ്റെ അമ്മയുടെ സ്ഥാനത്താ നിങ്ങൾ. എങ്കിലും നിങ്ങളുടെ നാവ് ഇതുപോലെ ഇനിയും കിടന്ന് ചെലച്ച് എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിച്ച ഇനിയും കിട്ടും. കുഞ്ഞൻ എൻ്റെ മകനാണ്. ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നെഞ്ചിൻ ചൂടിൽ കിടത്തി വളർത്തിയ എൻ്റെ മകൻ. അവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആര് വേദനിപ്പിച്ചാലും ഞാൻ നോക്കി നിൽക്കില്ല. ഞങ്ങൾക്ക് അവൻ കണ്ടിട്ടേ ഉള്ളൂ ആരും. പിന്നെ അന്നതവൻ അത്രയും ആഗ്രഹിച്ച് കിട്ടിയ അവൻ്റെ ഭാവിയാണ്. അവൻ്റെ ഭാവിയെ അവൻ്റെ ഇഷ്ടം പോലെ അവനെ എടുത്തുകൊണ്ട് നടക്കും. അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ഒരവകാശവും ഇല്ല. ഇനിയും അവൻ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ച ഒന്ന് തള്ളാനും മടികൾ ഞാൻ. ഓർത്താൻ നല്ലതാ. കവളിൽ കൈവച്ച് നിൽക്കുന്ന സേതുവിന് നേരെ വിരലിച്ചുകൊണ്ട് ദേഷ്യത്തിൽ അതും പറഞ്ഞ് ദക്ഷ പോയി. ദക്ഷ പറഞ്ഞത് കേട്ട് സേതുവിന് തിരിച്ചെന്തെങ്കിലും പറയാൻ തോന്നിയെങ്കിലും കവളിൽ കിട്ടിയ അടിയുടെ വേദനയിൽ അവർക്ക് വാ തുറക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. ഒപ്പം ഉള്ളിൽ നിറഞ്ഞ പേടിയുമൊക്കെ ആയാലും അവർ പിന്നെ ഒതുങ്ങി. ദക്ഷ കുഞ്ഞനെ നോക്കി വിച്ചുവിന്റെ റൂമിലേക്ക് നടന്നു. വിച്ചുവിന്റെ റൂമിലെ ബെഡിൽ പാച്ചുവും നന്ദുവും അച്ചൂട്ടനും വിച്ചുവും എല്ലാം ബെഡിൽ കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാച്ചു, കുഞ്ഞനെന്തേടാ? കുഞ്ഞനെ മാത്രം അവിടെ കാണാതെ വന്നതും ദക്ഷ തിരക്കി. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നിട്ടാ, ഇവ പുറത്തേക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം സീറ്റോട്ടിലിരുന്ന് സംസാരമാണ്. ആ കൂട്ടത്തിലും കുഞ്ഞിനെ കാണാതെ വന്നതും ദക്ഷ പുറത്തേക്ക് നടന്നു. വീടിന്റെ സൈഡിൽ നിന്ന് കുഞ്ഞന്റെയും പൂപ്പിയുടെയും മാക്സിന്റെയും ശബ്ദം കേട്ടതും ദക്ഷ അങ്ങോട്ട് നടന്നതും അവിടെയുള്ള കാഴ്ച കണ്ട് അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. വീടിന്റെ സൈഡിലെ മുറ്റവും പറമ്പും വേർതിരിക്കാൻ വേണ്ടി കല്ല് കൊണ്ട് കെട്ടിയ തിണ്ടിലിരിക്കുകയാണ് കുഞ്ഞൻ. കുഞ്ഞന്റെ മടിയിൽ കിടക്കാൻ വേണ്ടി പൂപ്പിയും മാക്സും കൂടെ മത്സരത്തിലാണ്. എന്നാൽ കുഞ്ഞന്റെ ശ്രദ്ധ അവന്റെ കയ്യിലുള്ള പൂച്ചക്കുഞ്ഞിലാണ്. കുഞ്ഞാ, ദക്ഷ കുഞ്ഞന്റെ അടുത്തേക്ക് പോയിരുന്ന് വിളിച്ചു. അച്ഛ കണ്ടോ, നല്ല രസല്ലേ ഈ പൂച്ചക്കുട്ടിയെ കാണാൻ? കുഞ്ഞൻ സന്തോഷത്തോടെ കയ്യിലുള്ള പൂച്ചക്കുട്ടിയെ ദക്ഷിന് നേരെ കാണിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. നല്ല രസമുണ്ട്. ഇത് എവിടുന്ന് കിട്ടി? ദേ അവിടുന്ന് ഇന്നലെ മുത്തശ്ശി എനിക്ക് കാണിച്ചു തന്നതാ. കുഞ്ഞൻ പിറകെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അതിനവിടെ തന്നെ വെച്ചേക്ക് കുഞ്ഞാ. അതിനെ തള്ളപ്പൂച്ച കണ്ട ചിലപ്പോൾ കടിക്കും. പാവം, അതിനാരിലും തോന്നുന്നു. നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇതിനെ കൂടെ കൂട്ടട്ടെ? അത് വേണം. ഈ പാവത്തിന് പെറ്റ്സില്ലേ കുഞ്ഞാ വീട്ടിൽ? ഇതുപോലത്തെ ഇതില്ലല്ലോ. പ്ലീസ് അച്ചോ. കുഞ്ഞൻ ദക്ഷിണ നോക്കി ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറഞ്ഞു. ആ, കൊണ്ടുപോകാം. ഇപ്പൊ നീ അതിനെവിടെയെങ്കിലും വെക്ക്. താങ്ക്സ് അച്ചോ. കുഞ്ഞൻ സന്തോഷത്തോടെ ദക്ഷിന്റെ കവളിൽ ചുംബിച്ച് പൂച്ചക്കുട്ടിയെ കിട്ടിയ സ്ഥലത്ത് കൊണ്ടുവച്ചു. ആ ചേടക്കണ്ണാ. കുഞ്ഞൻ ദക്ഷിന്റെ അരികിൽ വന്നിരുന്നതും ദക്ഷ കുഞ്ഞനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു. എന്താച്ചോ? കുഞ്ഞൻ ദക്ഷിണെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ കുഞ്ഞാ, ദക്ഷ എങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന അറിയാതെ കുഴങ്ങി. സീതച്ചോ പറഞ്ഞു കേട്ട് എനിക്ക് സങ്കടൊന്നും ആയില്ലച്ചോ. അച്ഛനതോർത്ത് വിഷമിക്കണ്ട. അമ്മ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വഴിയിൽ കൂടി പോകുമ്പോൾ നമ്മളെ നോക്കി കുരക്കാൻ കുറെ പട്ടികൾ ഉണ്ടാകുമെന്ന്. അവരെ കാട്ടി ഓടിക്കുമ്പോഴേക്ക് നമുക്ക് എത്തേണ്ടത് കൃത്യസമയത്ത് എത്താൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് കുരക്കുന്നവരവിടെ കുരച്ചോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ടെന്ന്. അതുപോലെ സേതച്ചമ്മ പറയുന്നൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കാറില്ല അച്ചോ. അതുകൊണ്ട് എനിക്ക് വിഷമവുമില്ല. ദക്ഷ പറയാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് കുഞ്ഞൻ പറഞ്ഞു. തൻ്റെ മനസ്സറിഞ്ഞതുപോലെ കുഞ്ഞൻ പറഞ്ഞത് കേട്ട് ദക്ഷിന്റെ ഉള്ളം നിറഞ്ഞതും അവൻ കുഞ്ഞനെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ കുഞ്ഞന്റെ മുഖത്താകെ ചൂണ്ടിച്ചേർത്തു. നീ അച്ചയുടെ പൊന്നാണ്ടാ. ദക്ഷ കുഞ്ഞന്റെ ഉണ്ടക്കവളിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞതും കുഞ്ഞൻ ചിരിച്ചുകൊണ്ട് ദക്ഷിനോട് ചേർന്നിരുന്നു. കുറച്ചു കഴിഞ്ഞതും ഇരുവരും ഉള്ളിലേക്ക് പോയി. ഇരുവരും വരുമ്പോൾ എല്ലാവരും ഹാളിലുണ്ടായിരുന്നു. സേതു ആ കൂട്ടത്തിലില്ല. അന്ന് ഇവനൊരു ഷീറ്റ് നിലത്ത് വെച്ച് കിടത്തിയിട്ടുണ്ടായിരുന്നു. ആഹാ, അച്ഛനും മോനെ എവിടെയായിരുന്നു? ഹാളിലേക്ക് വന്ന ഇരുവരെയും കണ്ട് ആജു കളിയായി ചോദിച്ചു. ഞങ്ങൾ പുറത്തുണ്ടായിരുന്നു അജുപ്പാ.
കുഞ്ഞൻ അജുവിനുള്ള ഉത്തരം നൽകി അനുവിനടുത്ത് പോയിരുന്നതും അപ്പോഴേക്കും കുഞ്ഞിന്റെ ശബ്ദം കേട്ട് തറയിലെ ഷീറ്റിൽ കണ്ണു തുറന്ന് കിടന്നിരുന്ന കുഞ്ഞിപ്പെണ്ണ് തന്റെ ഏട്ടൻ തന്നെ എടുക്കാൻ വേണ്ടി ചിരുങ്ങിയുള്ള കരച്ചിൽ തുടങ്ങിയിരുന്നു. ഏതിന്റെ കുഞ്ഞുച്ചേ? കുഞ്ഞിന്റെ ചിടക്കം കണ്ട് കുഞ്ഞൻ കുഞ്ഞിപ്പെണ്ണിനെ കുഞ്ഞിക്കുമ്പയിൽ മുക്കൂട്ടെറിസിക്കൊണ്ട് കൊഞ്ചി വിളിച്ചതും അന്നൂട്ടി മോണം കാട്ടി ചിരിക്കാൻ തുടങ്ങിയതും കുഞ്ഞൻ ചിരിയോട് ആ ഉണ്ടക്കവളിൽ അമർത്തി ചുംബിച്ചു. അന്നു കുഞ്ഞിക്കൈകൾ കൊണ്ട് കുഞ്ഞന്റെ വിരലിൽ മുറുകെ പിടിച്ച് കുഞ്ഞന്റെ മുഖത്തേക്ക് നോക്കി കടിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് കുഞ്ഞന്റെ മുഖത്ത് നോക്കി അന്നു തന്റെ ഭാഷയിൽ എന്തെങ്കിലും കുഞ്ഞനോട് പറയുന്നുണ്ട്. ഒന്നും മനസ്സിലായില്ലെങ്കിലും മനസ്സിലായ പോലെ കുഞ്ഞൻ കുഞ്ഞിപ്പെണ്ണോട് സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് കുഞ്ഞൻ കുഞ്ഞിപ്പെണ്ണിനെ ശ്രദ്ധിക്കാത്ത പോലെ ഇരിക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞൻ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി വലിയ വയൽ ചിടങ്ങും. ഇത് കണ്ട് എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അയ്യടി കള്ളിപ്പെണ്ണെ, നീ ആൾ കൊള്ളാലോ. ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടും നിനക്കൊരു മൈൻഡും ഇല്ലായിരുന്നു. അവളുടെ ഏട്ടനൊക്കെ കണ്ടില്ലേ? കുഞ്ഞനെ നോക്കി കൈകാലിട്ടടിച്ച് ശബ്ദമുണ്ടാക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് നന്ദു പറഞ്ഞതും അന്നു തലചരിച്ച് നന്ദുവിനെ നോക്കി വേഗം മുഖം പിടിച്ച് വീണ്ടും കുഞ്ഞനെ നോക്കി കിടക്കാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞനെയും അന്നുവിനെയും നോക്കിയിരിക്കുമ്പോഴാണ് ദക്ഷ അവിടെ കാശിയിലെന്ന് ശ്രദ്ധിച്ചത്. എല്ലാവരുടെയും ശ്രദ്ധ അമ്പോടലിലും അന്നുവിലാണെന്ന് കണ്ടതും ദക്ഷ പതിയെ അവിടുന്ന് റൂമിലേക്ക് വലിഞ്ഞു. കാശി കിടക്കുന്ന റൂമിൽ കയറി പതിയെ ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞ ദക്ഷ കാണുന്നത് ബാത്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങി വന്ന് ഉടുത്തിരുന്ന സെറ്റ് സാരി വൃത്തിയിൽ മടക്കി വെക്കുന്ന കാശിയാണ്. ഡോറടക്കുന്ന ശബ്ദം കേട്ട് കാശി ഒന്ന് തിരിഞ്ഞു നോക്കിയതും വാതിലും ചാരി വരുന്ന ദക്ഷിനെ കണ്ട് അവളൊന്ന് ചിരിച്ചു. വീണ്ടും ചെയ്യുന്ന ജോലിയിലേക്ക് ശ്രദ്ധ കൊടുത്തു. കാശിയുടെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ദക്ഷ കാശിയെ ആകെ മൊത്തം നോക്കി. ഒരു മാക്സിയാണ് വേഷം. മുടിയെല്ലാം വാരി പിടിച്ച് ഉച്ചയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. മുൻപത്തേക്കാൾ ഇത്തിരി തടിച്ചു വെളുത്ത് തുടുത്ത് സുന്ദരിയായിട്ടുണ്ട്. മടക്കിയ സെറ്റ് സാരി കാശി സ്റ്റാൻഡിൽ തൂക്കിയിട്ട് തിരിഞ്ഞതും തൻ്റെ പിന്നിലുള്ള ദക്ഷിണ നെഞ്ചിലിടിച്ച് നിന്നതും ദക്ഷി വേഗം കാശിയുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ തന്നെ നെഞ്ചോട് ചേർത്തു. ദക്ഷ് വിട്ടേ. കാശി ദക്ഷിണ നെഞ്ചിൽ കിടന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു. എന്താ കാശി പെണ്ണെ, ഇപ്പൊ നിനക്കിന് തീരെ മൈൻഡില്ലല്ലോ. ദക്ഷി കാശിയെ വരിഞ്ഞു മുറുക്കി നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. ഓടാ, നിനക്കൊക്കെ അല്ലേ ഇപ്പൊ എന്നെ വേണ്ടാത്തത്? കാശി ദേശിന്റെ കവളിൽ ഒരു കുത്തു വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്റെ കാശി, നിനക്ക് തീരെ കുശുമ്പില്ലട്ടോ. ആ കുശുമ്പ് തന്നെയാണ്. അതിനൊന്നും നിനക്ക് വല്ല മുടക്കമുണ്ടോ? നിനക്ക് ഇപ്പോഴല്ലേ എൻ്റെ അടുത്തേക്ക് വരാൻ സമയം കിട്ടിയത്? കാശി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ കാശി, ഞാൻ കുറച്ചു മുമ്പ് എല്ലാവരുടെയും കണ്ടുപിടിച്ചുകൊണ്ട് ഇറങ്ങിയതാ. അപ്പോഴല്ലേ. പെട്ടെന്ന് ബോധം വന്നെന്ന് ദക്ഷി ബാക്കി പറയാതെ നിർത്തിയതും കാശി സംശയത്തിൽ അവനെ നോക്കി. ദക്ഷ ഒന്നും ഒളിപ്പിച്ചു വെക്കാതെ കുഞ്ഞിനോട് സേതു പറഞ്ഞതും എല്ലാം കാശിയോട് തുറന്നു പറഞ്ഞു. ദക്ഷ പറഞ്ഞത് കേട്ടതും കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നുവെങ്കിലും കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചതും അവളുടെ മുഖം പെട്ടെന്ന് സങ്കടം കൊണ്ട് പാടി. പാവന്റെ കുഞ്ഞ്, മനസ്സിൽ വിഷമുണ്ടെങ്കിലും അവൻ പുറത്ത് കാണിക്കില്ല. അവർക്ക് എന്തിന്റെ പ്രശ്നമാണ്? എങ്ങനെ കഴിഞ്ഞു കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയാൻ? ഒരു 4-5 അടി കൂടി നിനക്ക് കൊടുക്കാമായിരുന്നില്ലേ? തുടക്ക സങ്കടത്തോടെയാണ് പറഞ്ഞതെങ്കിലും അവസാനമായപ്പോഴേക്കും കാശിയുടെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. ഒന്നേ കൊടുത്തുള്ളെങ്കിലും നല്ല കാനത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അവർ വാതുറക്കില്ല. കാശിയുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ദക്ഷ പറഞ്ഞതും കാശി മൂളിക്കൊണ്ട് ദക്ഷിണ നെഞ്ചോട് ചേർന്ന് നിന്നു. നെറ്റിയിൽ നിന്നും ദക്ഷിന്റെ അതരങ്ങൾ ഊർന്നിറങ്ങി കാശിയുടെ മുഖമാകെ ചുണ്ടുകൾ ചേർത്ത് അവളുടെ മൂക്കിൻ തുമ്പിലെ നോസ്റിങ്ങിൽ വന്ന് പതിഞ്ഞു. അവിടെ പല്ലുകൾ കൊണ്ട് കടിച്ചതും കാശി ഒന്ന് ഏങ്ങി ദക്ഷിന്റെ ഷർട്ടിൽ ചുട്ടിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് ദക്ഷിണ നോക്കിയതും കാശിയുടെ കണ്ണിലേക്ക് നോക്കി തന്നെ ദക്ഷ അവളുടെ മൂക്കിൻ തുമ്പിലായി കടിച്ചത് ചുംബിച്ചുകൊണ്ട് പതി അവളുടെ അതരങ്ങളിൽ അവൻ്റെ അതരങ്ങൾ ചേർത്ത് വെച്ച് നുഴഞ്ഞു. കാശിയുടെ ദേഹത്തും മുടിയിൽ നിന്നുമെല്ലാം വമിക്കുന്ന എണ്ണയുടെ ഗന്ധം ദക്ഷിണ ഉന്മാദനാക്കിയതും അവൻ ആവേശത്തോടെ അവളുടെ ഇരുതലങ്ങളും മാറി മാറി നുഴഞ്ഞു. ഇടയ്ക്കൊരു അവസരം കിട്ടിയതും ദക്ഷിണ വരിഞ്ഞു മുറുക്കി കാശിയും അവൻ ആവേശത്തോടെ തിരിച്ച് ചുംബിക്കാൻ തുടങ്ങിയിരുന്നു. ആ നിമിഷം ഇരുവരും മറ്റെല്ലാം മറന്ന് തങ്ങളുടെ പ്രണയ നിമിഷങ്ങളിൽ ഒഴുകുകയായിരുന്നു. വായിൽ നിന്ന് രക്തച്ചു പറഞ്ഞതും ഇരുവരും അടന്നു മാറാതെ പരസ്പരം വരിഞ്ഞു മുറുകി ആവേശത്തോടെ ചുംബിച്ചു. ഒടുക്കം ശ്വാസം എടുക്കാൻ പറ്റാതെയായതും മനസ്സില്ലാ മനസ്സോട് അതരങ്ങളെ മോചിപ്പിച്ചതും കാശിയുടെ കഴുത്തിലേക്ക് മുഖം വീഴ്ത്തി അവിടെ പതിയെ കടിച്ചു നിന്നു. പെട്ടെന്ന് ഡോറിൽ തട്ടിയുള്ള കുഞ്ഞിന്റെ വിളി കേട്ടതും കാശി വേഗം ദക്ഷിണ തള്ളി മാറ്റി മുഖം അമർത്തി തുടച്ച് മുടിയെല്ലാം മാടി ഒരുക്കി പോയി ഡോർ തുറന്നു. ഞാൻ എത്ര നേരം വിളിച്ചു, എന്നെ ഇത്തിരി നേരമായിട്ട് വാതി തുറക്കാഞ്ഞേ? കാശി പോയി ഡോറ് തുറന്നതും അവളെ കൂർപ്പിച്ച് നോക്കി അതും പറഞ്ഞ കുഞ്ഞൻ അന്നുവിനെ എടുത്ത് ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ബാത്റൂമിലായിരുന്നു. അമ്മ അനുവിന് പാല് വെക്ക്. കുഞ്ഞൻ അതും പറഞ്ഞ് തൻ്റെ കയ്യിൽ കിടന്ന് ചുണ്ടും തുണയുന്ന കുഞ്ഞിനെ കാശിക്ക് കൊടുത്തുകൊണ്ട് കുഞ്ഞൻ ബെഡിൽ കിടക്കുന്ന ദക്ഷിണ അരികിൽ പോയി കിടന്നു. അച്ചോ, നമ്മൾ ഇന്ന് പോകുന്നുണ്ടോ? കുഞ്ഞൻ തന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ദക്ഷിണെ തിരികെ പുണർന്നുകൊണ്ട് ചോദിച്ചു. എന്താ, പോകണ്ടേ?
കുഞ്ഞന്റെ ചോദ്യം കേട്ട് ദക്ഷ തിരിച്ചവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണ്ട. കുഞ്ഞൻ ദക്ഷിണെ നോക്കി വേണ്ടെന്ന് തലയാട്ടി. ഇതെന്താച്ചോ? കുഞ്ഞൻ ദക്ഷിണ നെറ്റിയിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. എന്താ? ദക്ഷൻ മനസ്സിലാകാതെ ചോദിച്ചു. ഇത് അമ്മയുടെ പോറ്റല്ലേ, ഇതെങ്ങനെ അച്ഛന് നെറ്റി വന്നു? കുഞ്ഞൻ ദക്ഷിണ നെറ്റിയിൽ പറ്റിയിരിക്കുന്ന സിന്ദൂരം വിരലിൽ തൊട്ടെടുത്ത് ദക്ഷിണോട് ചോദിച്ചു. കുഞ്ഞന്റെ ചോദ്യം കേട്ടതും അന്നുവിന് പാല് കൊടുക്കുന്നതിനിടയിൽ കാശ് തലയിരിച്ച് എന്ത് പറയണമെന്ന് അറിയാതെ പതറി നിൽക്കുന്ന ദക്ഷിണെ നോക്കി പൊട്ടി വന്ന ചിരി അടക്കി ഒന്നും കേട്ടതായി ഭാവിക്കാതെ അനുവിന് പാല് കൊടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അച്ചോ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അത് പിന്നെ അമ്മയുടെ കണ്ണിൽ പൊടിയായിരുന്നു, അപ്പൊ ഞാൻ ഊതി കൊടുത്തപ്പോ അതായിരിക്കും. പെട്ടെന്ന് ദക്ഷ വായിൽ കിട്ടിയ കള്ളം പറഞ്ഞ് വേഗം നെറ്റിയിലുള്ള സിന്ദൂരം മായിച്ച് കളഞ്ഞു. എന്നിട്ട് കരട്ട് പോയോ? കുഞ്ഞു ദക്ഷ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ചോദിച്ചു. പോയി. നീ എവിടെ കിടന്നേ? കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചോദ്യം ഇനിയും വന്നെങ്കിലെന്ന് കരുതി ദക്ഷ വേഗം അതും പറഞ്ഞ് അവനവിടെ പിടിച്ച് കിടത്തി. അന്ന് പിന്നെ വന്നവരെല്ലാം തിരിച്ചു പോയെങ്കിലും കുഞ്ഞിന് പോരാൻ കൂട്ടാകാതെ നിന്നതും ദക്ഷിനും അവിടെ നിൽക്കേണ്ടി വന്നിരുന്നു. രാത്രിയായാലും കാശി അവൾ കിടക്കുന്ന റൂമിൽ ദക്ഷിനും കുഞ്ഞിനും കിടക്കാൻ വേണ്ടി ഫ്ലോറിൽ ബെഡിട്ട് വിരിച്ചു കൊടുത്തു. എന്തിനാണ് ഈ കുഞ്ഞ് കരയുന്നത്? കുറച്ച് സമയം കഴിഞ്ഞതും കുഞ്ഞിപ്പെണ്ണിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് ദക്ഷി ചോദിച്ചു. വെറുതെ കരയുന്നതാ. കാശി കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ദക്ഷിനോട് പറഞ്ഞു. വിശന്നിട്ട് കരയുന്നാകും, നീ പാല് കൊടുത്ത് നോക്ക്. വിശപ്പ്? നീ നോക്ക്, പാല് കുടിച്ച് ഈ വയറ് നിറഞ്ഞു നിൽക്കാം. ഇനി എങ്ങോട്ടാ കൊടുക്കുന്നത്? ഈ കരച്ചിലൂടെ രാത്രി 10 മണി കഴിഞ്ഞാൽ പതിവാണ്. ഞാൻ എടുക്കുമ്പോൾ മാത്രം കരച്ചിൽ ഇത്തിരി കൂടും, അത്രേ ഉള്ളൂ. കാശി കുഞ്ഞിനെയും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിൽ പറഞ്ഞു. കാശി എടുത്തുകൊണ്ട് നടന്നിട്ടും കുഞ്ഞ് കരച്ചിൽ മാറ്റുന്നില്ലെന്ന് കണ്ടതും ദക്ഷി തന്നെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി പുതപ്പിച്ച് എണീറ്റ് പോയി കാശിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിപ്പെടിനെ വാങ്ങിയെടുത്തു. അയ്യോടാ, അച്ഛൻ്റെ കുഞ്ഞിപ്പെടി എന്തിനാ കരയുന്നത്? ദക്ഷ കുഞ്ഞിനെ എടുത്ത് കൈകളിലിട്ട് ആട്ടിക്കൊണ്ട് ചോദിച്ചതും ദക്ഷിന്റെ ശബ്ദം കേട്ടതും മഞ്ഞു കരച്ചിൽ നിർത്തിയതും ദക്ഷ ഇത്തിരി അഹങ്കാരത്തിൽ കാശിയെ നോക്കിയതും അവളവനെ നോക്കി പൂജിച്ച് ബെഡിൽ പോയിരുന്നു. അന്ന് കരച്ചിൽ നിർത്തിയെങ്കിലും വീണ്ടും പഴയ പോലെ വലിയ വായിൽ കരയാൻ തുടങ്ങിയിരുന്നു. അത് കേട്ടതും കാശി ഇപ്പം എങ്ങനെയാണെന്ന രീതിയിൽ ദക്ഷിണെ നോക്കിയതും ദക്ഷ അവളുടെ നോട്ടത്തെ അവഗണിച്ച് കുഞ്ഞിനെയും എടുത്ത് റൂമിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറച്ച് കഴിഞ്ഞതും കുഞ്ഞിന്റെ കരച്ചിൽ അടങ്ങിയെങ്കിലും ആൾ ഉറങ്ങാനുള്ള പുറപ്പാടിലല്ലായിരുന്നു. ദക്ഷ 2-3 പ്രാവശ്യം ബെഡിൽ കൊണ്ടുപോയി കിടത്തിയെങ്കിലും ബെഡിൽ കിടത്തിയ നിമിഷം നിർത്തിവെച്ച കരച്ചിൽ വീണ്ടും തുടങ്ങും. കുറച്ചു നേരം കഴിഞ്ഞതും റൂമിലെ ലൈറ്റും ശബ്ദവും കാരണം കുഞ്ഞിനും കൂടെ എണീറ്റ് വന്നിരുന്നു. ദക്ഷും കുഞ്ഞിനും ബെഡിൽ കിടക്കുന്ന കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കാൻ തുടങ്ങിയതും കാശി ഇവരെയും നോക്കി ഫ്ലോറിലിട്ട് ബെഡിൽ പോയി കിടന്നു. കുറച്ചു കഴിഞ്ഞതും ശബ്ദമൊന്നും കേൾക്കാതെ വന്നതും കാശി പതിയെ എണീറ്റിരുന്ന് ബെഡിലേക്ക് നോക്കി. അന്നവും കുഞ്ഞിനും നല്ല ഉറക്കത്തിലാണ്. കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർത്ത് ആ കുഞ്ഞിത്തലയിൽ കവിൾ ചേർത്താണ് കുഞ്ഞിന് കിടക്കുന്നത്. കുഞ്ഞിന്റെ നെഞ്ചോട് പതുങ്ങി കിടന്ന് അന്നവും നല്ല ഉറക്കി. രണ്ടുപേരെയും നന്നായി പുതപ്പിച്ച് ബെഡിൽ പില്ലോ വെച്ചത് കണ്ടതും ദക്ഷിണായി അവളുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞതും ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നവനിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. നീ ഉറങ്ങിയില്ലേ? മുഖത്തെ വെള്ളം തുടച്ച് കളഞ്ഞ് തോർത്ത് സ്റ്റാൻഡിൽ വിരിച്ചിട്ടതിനിൽ ദക്ഷ കാശിയോട് ചോദിച്ചു. ഇല്ല. അവളൊരു ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടിയതും ദക്ഷ ലൈറ്റ് ഓഫ് ചെയ്ത് 0 വോൾട്ട് ഓൺ ചെയ്ത് കാശിക്ക് അരികിലായി വന്ന് കിടന്നതും കാശി ദക്ഷിണെ പുണർന്ന് ദക്ഷിണ നെഞ്ചിലേക്ക് തല വെച്ച് കണ്ണുകൾ അടച്ചതും ദക്ഷ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുണ്ടുകൾ ചേർത്ത് കിടന്നു. ദിവസങ്ങൾ വീണ്ടും വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. രാവിലെ ദക്ഷ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പതിവ് പോലെ കുഞ്ഞിനെ കാശിയുടെ അടുത്താക്കിയിട്ട് പോകും. കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ആൾക്ക് കുഞ്ഞുടുപ്പിട്ട് കൊടുക്കുന്നതും കണ്ണെഴുതി പൊട്ടുകുത്തി കൊടുക്കുന്നതും എല്ലാം കുഞ്ഞിൻ്റെ പണിയാണ്. കുഞ്ഞിനെതെല്ലാം ചെയ്യുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് ബഹളം വെക്കാതെ കുഞ്ഞിനെ നോക്കി ഓരോ ശബ്ദങ്ങളുണ്ടാക്കി ചിരിച്ചുകൊണ്ട് അടങ്ങിക്കിടക്കും. ശരിക്കും ആൾക്ക് വിഷമിക്കുമ്പോൾ മാത്രം കാശിയെ കിട്ടിയാൽ മതി. ആൾക്ക് രാത്രി ആയാലും പകലായാലും ഈ ഉറങ്ങാൻ തൊട്ടിൽ തന്നെ വേണം. തൊട്ടിലിട്ടാൽ എത്ര നേരം വേണമെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളും. അല്ലെങ്കിൽ ആശാടിക്ക് പൂച്ചുറക്കാകും. 90 കഴിയുന്നതിന് മുമ്പായിട്ട് വെക്കേഷൻ കഴിഞ്ഞ് കുഞ്ഞിന് സ്കൂൾ തുടങ്ങാനായതും കാശി കുഞ്ഞിനെയും കൊണ്ട് അമ്പാടുപൂരിലേക്ക് തിരിച്ചു പോയിരുന്നു. സ്കൂൾ തുറന്നതിൽ പിന്നെ വീട്ടിൽ കുഞ്ഞിപ്പെണ്ണ് കൂടി ഉള്ളത് കൊണ്ട് കുഞ്ഞിന് സ്കൂളിൽ പോകാൻ നല്ല മടിയാണ്. കുഞ്ഞിനിപ്പോൾ സ്കൂളിൽ പോകണമെങ്കിൽ ഹോംവർക്ക് ചെയ്യാനൊക്കെ കാശി വടിയെടുക്കേണ്ട അവസ്ഥയാണ്. സ്കൂൾ കഴിഞ്ഞ് വന്നാൽ പിന്നെ അന്ന് കുഞ്ഞിൻ്റെ കയ്യിൽ തന്നെയാകും കുഞ്ഞിപ്പെണ്ണ്. അമ്മൂടിനെ എപ്പോഴും എടുത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ അന്നുവിന് ആ വീട്ടിൽ എല്ലാവരേക്കാളും പ്രിയം കുഞ്ഞിനോടാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അന്നു മുട്ടുകാലിൽ ഇഴയാൻ തുടങ്ങിയതും അതിന് പിന്നെ ആ വീട്ടിൽ താഴെ ഒരു സാധനം വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എപ്പോഴും ഒരാൾ നോക്കിക്കൊണ്ട് നടക്കണം. ആള് കുഞ്ഞിൻ്റെ പോലെയല്ല, നല്ല വാശിയും കുശുമ്പുമാണ്.
ദക്ഷും കാശിയും പോലും കുഞ്ഞിനോട് അടുത്ത് ഇടപെടുന്നത് കണ്ട അപ്പൊ വലിയ വായിൽ കരഞ്ഞു വിളിച്ച് കുഞ്ഞിന്റെ കയ്യിൽ കയറി അധികാരത്തോട് അവനെ ചുറ്റിപ്പിടിച്ച് മുഖവും കുറിപ്പിച്ചിരിക്കും. അന്നു വന്നെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോഴും ഇത്തിരി വാത്സല്യ കൂടുതൽ കുഞ്ഞിനോട് തന്നെയാണ്. കുഞ്ഞിന് വളരും തോറും കൂടെ പെറ്റ്സിനോടുള്ള താല്പര്യം കൂടാൻ തുടങ്ങിയതും ആനയൊഴികെ ഒരുവിധം എല്ലാ മൃഗങ്ങളും ഇപ്പൊ വീട്ടിലുണ്ട്. അതിൻ്റെ ഇടയിൽ പ്രായാധിക്യം കാരണം പൂപ്പി മരിച്ചു പോയതും അത് ഏറ്റവും കൂടുതൽ തളർത്തിയതും കുഞ്ഞിനെ തന്നെയായിരുന്നു. കാരണം ഓർമ്മ വെച്ച അന്ന് മുതൽ കുഞ്ഞിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു പൂപ്പി. വേറെയും ഒരുപാട് ഡോഗ്സ് ഉണ്ടെങ്കിലും പൂപ്പി എന്നും കുഞ്ഞിന് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. പൂപ്പി പോയി ആഴ്ചകൾ കഴിഞ്ഞിട്ടും കുഞ്ഞിന്റെ സങ്കടം മാറാത്തത് കണ്ട് പൂപ്പിയെ പോലെയുള്ള 4-5 പപ്പിക്കുട്ടികൾ ദക്ഷ് വാങ്ങിക്കൊടുത്തപ്പോഴാണ് കുഞ്ഞിന് ഇത്തിരിയെങ്കിലും ആശ്വാസമായത്. രാവിലെ കുളിച്ച് നേരിയതും ചുറ്റി കാശി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛനും മക്കളും നല്ല ഉറക്കത്തിലാണ്. കാശി ഇടുപ്പിൽ കൈകുത്തി അവരെ നോക്കി. ദക്ഷിന്റെ നെഞ്ചിൽ പറ്റിക്കിടന്ന് രണ്ടുപേരും നല്ല ഉറക്കാണ്. കുഞ്ഞാ എണീറ്റേ, മാതി ഉറങ്ങിയത് സമയമായിട്ടോ. അമ്പൂട്ടിനെ ചുറ്റിപ്പിടിച്ച് ദക്ഷിന്റെ കൈകളെടുത്ത് മാറ്റി കാശി പതിയെ കുഞ്ഞിനെ തട്ടി പിടിച്ചു. ഇത്തിരി നേരം കൂടി കിടക്കട്ടെ അമ്മേ. കണ്ണു തുറക്കാതെ അതും പറഞ്ഞ് കുഞ്ഞിനെ ഒന്നുകൂടെ പുതപ്പിന്റെ ഉള്ളിലേക്ക് ചുരുണ്ടു കൂടിയതും കാശി പുതപ്പെടുത്ത് മാറ്റി അമ്പൂട്ടിന് ഒരുവിധം കൊത്തിപ്പൊക്കെ എണീപ്പിച്ചു.